നമസ്കാരം, എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചോതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് പറയുന്നത്. ചോതി നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരായിരിക്കും. നിർബന്ധ ബുദ്ധിയും സ്വതന്ത്രരുമായിരിക്കും ഇവരുടെ പുറം വടിവും പുറംകാലും ഉയർന്നിരിക്കും. ചോതി നക്ഷത്രക്കാർക്ക് ബുദ്ധിശക്തിയും പ്രായോഗികമായ കർമ്മകുശലതയും കുറച്ച് കൂടുതലാണ്. ഇവരുടെ പ്രവൃത്തികളെ ആരും എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ശോഭിച്ചു വരുന്ന ഇവർ ചിലപ്പോൾ സാഹസികമായി പെരുമാറാനും സാധ്യതയുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യും. ചോതി നക്ഷത്രക്കാർക്ക് പുഷ്ടിയുള്ള ഒരു ശരീരമാണ് ഉണ്ടാകാറുള്ളത്. എല്ലാ കാര്യത്തിലും ഇവർക്ക് ഉണ്ടായിരിക്കും. ആർക്കു വേണ്ടിയും കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ ഒരാളുടെ കീഴിൽ പണിയെടുക്കുക ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എല്ലാം സഹിക്കാനുള്ളൊരു മനഃശക്തി ഇവർക്ക് കൂടുതലാണ്. ചോതി നക്ഷത്രക്കാർ ആരോപണങ്ങളും വിമർശനങ്ങളും കേൾക്കാനിടയുണ്ട്. ഇവർക്ക് ഇഷ്ടമല്ലാത്തവരോട് എന്ത് പ്രതികാരവും ചെയ്യാൻ ഈ നക്ഷത്രക്കാർ മടിക്കില്ല. ഇവരുടെ ബാല്യകാലം വളരെയധികം ക്ലേശകരമായിരിക്കും. അർശസ്, ഉദരരോഗം, ഹൃദ്രോഗം ഇവയെ സൂക്ഷിക്കേണ്ടതാണ്. സുദൃഢമായ മനഃശക്തിയും വൈരാഗ്യ ബുദ്ധിയുമാണ് ഈ ചോതി നക്ഷത്രക്കാരെ വിജയിപ്പിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ അത്ര തന്നെ വിജയിക്കാറില്ല. ബാഹ്യദൃഷ്ടിയിൽ വിവാഹം രമ്യമെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ സമാധാനപരമായി കാണാറില്ല. അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി ഇവർ നന്നായി പരിശ്രമിക്കുന്നവരാണ്. 30 വയസ്സുവരെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടങ്ങളാണ് ഉണ്ടാകാറുള്ളത്. 32 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് ഇവർക്കൊരു നല്ല കാലം വരുന്നത്. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം. ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പതിഭക്തി, പാതിവൃത്യം, സത്യം എന്നിവ കൂടുതലായിരിക്കും. ഈ സ്ത്രീകൾക്ക് മക്കളെ കൊണ്ട് പൂർണ്ണ സുഖാനുഭവം ഉണ്ടായിരിക്കും. എല്ലാ രംഗങ്ങളിലും ചോതി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ ശോഭിക്കാറുണ്ട്. ഇവർ ഒരു സാവധാനം നടക്കുന്ന പ്രകൃതമുള്ളവരായിരിക്കും. പൊതുവെ കുടുംബത്തിന് ഐശ്വര്യമായിരിക്കും ഈ സ്ത്രീകൾ. ഇനി ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ എന്താണെന്ന് നോക്കാം. രാഹുവാണ് ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ. ഇനി ഈ നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ നോക്കാം. മൂലം, ഉത്രാടം, കാർത്തിക, രോഹിണി, മകീരം എന്നിവയാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ. ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കുക. ചോതി, ചതയം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ഉചിതമാണ്. സർപ്പഭജന ഇവർക്ക് ഗുണകരമായി കാണപ്പെടുന്നുണ്ട്. രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും ഇവർക്ക് വളരെ ഉചിതമാണ്. സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉചിതമാണ്. ചോതിയും വെള്ളിയും ചേരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തുന്നതും വളരെ ഉചിതമായി കാണുന്നു. ഇളം നീല, വെള്ള ഈ കളറുകൾ ഇവർക്ക് അനുയോജ്യമായി കാണുന്നു. ഈ ചോതി നക്ഷത്രത്തിൻ്റെ രാശിയാധിപൻ ശുക്രൻ, നക്ഷത്ര ദേവത വായു, മൃഗം മഹിഷം. ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം നീർമരുത്. ദേവഗണം പുരുഷയോനി, പക്ഷി, കാക്ക, ഭൂതം, അഗ്നി. ദശാനാഥൻ രാഹു ആയതുകൊണ്ട് രാഹുവിൻ്റെ ഒരു സ്തോത്രം ജപിക്കാവുന്നതാണ്. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദ്ദനം സിംഹികാഗർഭസംഭൂതം തം രാഹു പ്രണമാമ്യഹം. ഈ സ്തോത്രം ഈ ചോതി നക്ഷത്രക്കാർ എല്ലാ ദിവസവും ചൊല്ലുന്നത് വളരെ ഉചിതമാണ്. ഇനി അടുത്ത ദിവസം വിശാഖ നാളിൻ്റെ വിശേഷങ്ങളുമായി വരാം. ശുഭം. I begin to